ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട നമ്മുടെ മറ്റ് വീഡിയോസ് കൂടി ചെക്കൗട്ട് ചെയ്യുക. എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോസ് എല്ലാം കണ്ട് അതിലെ ചോദ്യങ്ങളെല്ലാം പഠിക്കുകയാണെങ്കിൽ ക്വിസ് മത്സരത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു സ്കോർ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റ് വീഡിയോസ് കാണാത്തവർ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി കാണുക. നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വിന്നേഴ്സായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതുപോലെ തന്നെ അതിൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു: UNEPയുടെ പൂർണ്ണ രൂപം എന്താണ്? UNEP എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി സംഘടനയാണ്. അതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. UNEPയുടെ പൂർണ്ണ രൂപം യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം എന്നാണ്. ഇനി ആരൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫിദൽ, ഏഞ്ചൽ മരിയ അനിൽ, ഹരിശങ്കർ, നക്ഷത്ര, മിത്രാജ, നിയ, ഭാവയാമി, ജന്ന, ഗീതിക, ഇന്ദു, ഹൃദ്യ എ, പാർവതി അജിത്, അഭിരാം SV, ആമിന ഇർഫാന എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊൽക്കത്ത. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജല മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട് ജില്ലയിലെ പെരിങ്ങളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജല മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പെരിങ്ങളം ഇൻ കോഴിക്കോട്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എക്കോസിസ്റ്റം എന്ന പദം ആദ്യം നിർദ്ദേശിച്ചത് ആരാണ്? എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ആര്? എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിക്കുന്നത് ടാൻസ്ലിയാണ്. അദ്ദേഹം 1935 ഇങ്ങനെയൊരു ടേം നിർദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ടാൻസ്ലി. അദ്ദേഹം അത് നിർദ്ദേശിച്ചത് 1935 എന്ന് കൂടി ഓർത്തു വയ്ക്കുക. നാലാമത്തെ ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓസോൺ ഡേ എന്നാണ്? ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16-ാം തീയതിയാണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സെപ്റ്റംബർ 16-ാം തീയതി. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എടവകയാണ്. വയനാട് ജില്ലയിലാണ് ഈ ഒരു എടവക ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തെ ചോദ്യം: ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? നമ്മുടെ നേരത്തെ ഉത്തരത്തിൽ തന്നെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമുണ്ട്. വയനാട് ജില്ലയാണ് ഉത്തരം. എളുപ്പമുള്ള ചോദ്യമായതുകൊണ്ടാണ് നമ്മൾ ടൈമർ ഒന്നും കൊടുക്കാതിരുന്നത്. ഏഴാമത്തെ ചോദ്യം: വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിൻ്റെ ചിഹ്നം എന്താണ്? WWF ആണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. അതിൻ്റെ ചിഹ്നം അഥവാ സിമ്പൽ എന്താണ്? WWF അഥവാ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്ന സംഘടന ഓർഗനൈസേഷൻ്റെ സിമ്പൽ ഭീമൻ പാണ്ടയാണ്. അതായത് ഒരു ബിഗ് പാണ്ടയാണ് അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്.
എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു അഡീഷണൽ ഇൻഫർമേഷനായി പറഞ്ഞ ചോദ്യമാണ്. ഉത്തരം അറിയുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായും കമൻറ്റ് ബോക്സിൽ പറയുക. കേരളത്തിലെ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയെ പറ്റിയാണ്. അതിൻ്റെ ഉത്തരം ഇടുക്കിയാണ്. ആ ഉത്തരം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായി കണ്ട ശേഷം അതിൽ പറയുന്നതെല്ലാം പഠിക്കേണ്ടതാണ്, അഡീഷണൽ ഇൻഫർമേഷൻ അടക്കം. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയ വർഷം ഏതാണ്? പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി ആരംഭിച്ച വർഷം ഏത്? ഇതെല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. 1973 പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി തുടങ്ങിയത്. പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1973. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രൊജക്റ്റ് എലിഫൻ്റ് പദ്ധതി തുടങ്ങിയ വർഷം ഏതാണ്? പ്രൊജക്റ്റ് എലിഫൻ്റ് പദ്ധതി തുടങ്ങിയ വർഷം ഏത്? പ്രൊജക്റ്റ് എലിഫൻ്റ് പദ്ധതി തുടങ്ങിയ വർഷം 1992. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1992. അപ്പോൾ പ്രൊജക്റ്റ് ടൈഗർ തുടങ്ങിയ വർഷം 1973, പ്രൊജക്റ്റ് എലിഫൻ്റ് തുടങ്ങിയ വർഷം 1992. ഈ രണ്ട് ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കുക. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? നമ്മുടെ ബോണസ് ചോദ്യത്തിൽ പറഞ്ഞ UNEP അഥവാ യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻ്റൽ പ്രോഗ്രാമാണ് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന. നമ്മൾ കുറേയധികം പരിസ്ഥിതി സംഘടനകളെപ്പറ്റി ഇതുവരെയുള്ള വീഡിയോസിൽ പറയുകയുണ്ടായി. അതിൽ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടനയാണ് UNEP. ആ ഒരു പ്രത്യേകത കൂടി UNEP എന്ന് പറയുന്ന പരിസ്ഥിതി സംഘടനയ്ക്കുണ്ട്, ഓർത്തു വയ്ക്കുക. 13ാമത്തെ ചോദ്യം. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചിന്നാർ സംരക്ഷണ മേഖലയുള്ളത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ സംരക്ഷണ മേഖലയുള്ളത്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇടുക്കി. 14ാമത്തെ ചോദ്യം. സമാധാനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏതാണ്? സമാധാനം അഥവാ പീസിൻ്റെ പ്രതീകമായി കരുതപ്പെടുന്ന പക്ഷി ഏത്? സമാധാനത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്ന പക്ഷിയാണ് പ്രാവ് അഥവാ പീജൻ. 14ാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് പ്രാവ്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചിപ്കോ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ നായകൻ ആര്? അതായത് ചിപ്കോ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ആര്? ചിപ്കോ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് സുന്ദർലാൽ ബഹുഗുണ. 15ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സുന്ദർലാൽ ബഹുഗുണ. 16ാമത്തെ ചോദ്യം. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാണ്? ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? വങ്കാരി മാതായി ആണ് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം സ്ഥാപിച്ചത്. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വങ്കാരി മാതായി. വീഡിയോയിലെ 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏറ്റവും വനഭൂമി കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ വനഭൂമി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത്?
ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള സംസ്ഥാനം ഹരിയാനയാണ്. ഇതേപോലെ കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ലയെപ്പറ്റി നമ്മൾ പറഞ്ഞു, അത് ആലപ്പുഴയാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള സംസ്ഥാനമാണ് ഹരിയാന. ഇത് രണ്ടും മറക്കരുത്. വീഡിയോയിലെ 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടമായ കനോലി പ്ലോട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലോകത്തിലെ തന്നെ ആദ്യത്തെ തേക്ക് തോട്ടമായ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ്. നിലമ്പൂർ മലപ്പുറം ജില്ലയിലാണ്. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കുന്നതാണ്. ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടം ഏതാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം കനോലി പ്ലോട്ടാണ്. അപ്പോൾ കനോലി പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നിലമ്പൂരിലാണ്. നിലമ്പൂർ മലപ്പുറം ജില്ലയിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓർത്തു വയ്ക്കുക. ഒരേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം നൽകാൻ സാധിക്കേണ്ടതാണ്. വീഡിയോയിലെ 19ാമത്തെ ചോദ്യം ലോക ഭക്ഷ്യദിനം എന്നാണ്? വേൾഡ് ഫുഡ് ഡേ എന്നാണ്? ലോക ഭക്ഷ്യദിനം അഥവാ വേൾഡ് ഫുഡ് ഡേ എന്നറിയപ്പെടുന്നത് ഒക്ടോബർ 16-ാം തീയതിയാണ്. 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒക്ടോബർ 16. 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നേരെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22-ാം തീയതിയാണ് ലോക ജൈവ വൈവിധ്യ ദിനം. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മെയ് 22. 21ാമത്തെ ചോദ്യം ജൈവ വൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആണ് ജൈവ വൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 21ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് AB വാജ്പേയി. 22ാമത്തെ ചോദ്യം വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? അതായത് വനവിസ്തൃതി ഫോറസ്റ്റ് ഏരിയ ഏറ്റവും കൂടുതലുള്ള യൂണിയൻ ടെറിട്ടറി ഏതാണ്? വനവിസ്തൃതി അഥവാ ഫോറസ്റ്റ് ഏരിയ ഏറ്റവും കൂടുതലുള്ള യൂണിയൻ ടെറിട്ടറിയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട്. ക്വിസ് ആൻഡ് ഫാക്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിക്കുക. നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. PDFകൾ കൂടാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ ഫോമിൽ പ്രാക്ടീസ് ക്വിസ് നടത്താറുണ്ട്. അതോടൊപ്പം നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട ബാക്കി അപ്ഡേറ്റുകൾ അറിയുവാനായി ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. 23ാമത്തെ ചോദ്യം പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ഇന്ത്യൻ നിയമജ്ഞൻ ആരാണ്? പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത ഇന്ത്യൻ നിയമജ്ഞനാണ് ജസ്റ്റിസ് PN ഭഗവതി. 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്നുകൂടി പറയാം. ജസ്റ്റിസ് PN ഭഗവതി. 24ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. 24ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ദിരാഗാന്ധി. വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം കഴിഞ്ഞാൽ ഉടൻ തന്നെ ബോണസ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും തയ്യാറാവുക. 25ാമത്തെ ചോദ്യം ഇതാണ്. നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്?
2006 നീലക്കുറിഞ്ഞിയുടെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. അപ്പോൾ 25ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 2006. ഇനി നമുക്ക് നേരെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ്. പേര് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ തന്നെ രേഖപ്പെടുത്തുക. എന്നാൽ മാത്രമേ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ വേറെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് മനസ്സിലാവുകയില്ല. അപ്പോൾ നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തുക. കുറേ പേർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിലെല്ലാവരെയും നമുക്ക് വിന്നറായി സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിൽ നിന്ന് കുറച്ച് പേരെ നമ്മൾ തിരഞ്ഞെടുത്താണ് വിന്നറായി സെലക്ട് ചെയ്യുന്നത്. എല്ലാവരും സഹകരിക്കുക. എളുപ്പമുള്ള ചോദ്യമാണ് ഇന്ന് ബോണസ് ചോദ്യമായി നൽകിയിരിക്കുന്നത്. ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.